വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമായിട്ട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്ന വിഷയമാണ് വനങ്ങളും വന്യമൃഗ സംരക്ഷണവും? കൺകറന്റ് ലിസ്റ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ആരാണ്? IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വനങ്ങളും കായലുകളും വന്യജീവികളും ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവജാലങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുക എന്നത് നിഷ്കർഷിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A(G). അനുച്ഛേദം 51A(G). രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന അനുച്ഛേദം 48A. അനുച്ഛേദം 48A. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയെ എന്ത് വിളിക്കുന്നു? ഇൻ സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻ സിറ്റു കൺസർവേഷൻ? കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഏതെല്ലാം? കേരളത്തിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി, അഗസ്ത്യമല തുടങ്ങിയവയാണ്. 2010 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? നെയ്യാർ വന്യജീവി സങ്കേതം. എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിച്ച് ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയുന്ന സംവിധാനത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്കുകൾ. ലോകത്തെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശങ്ങളുടെ പേരുകൾ എന്താണ്? ബയോസ്ഫിയർ റിസർവുകൾ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളെ എന്തു വിളിക്കുന്നു? സുവോളജിക്കൽ ഗാർഡൻ. 1978 പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിക്ക് എന്ത് വിളിക്കുന്നു? എക്സ് സിറ്റു കൺസർവേഷൻ. എക്സ് സിറ്റു കൺസർവേഷൻ. കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് എവിടെയെല്ലാമാണ്? തിരുവനന്തപുരത്തും തൃശൂരും. 2012 പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട മുണ്ടേരിക്കടവ് ഏത് ജില്ലയിലാണ്? ഏതാണ്? മുണ്ടേരിക്കടവ് കണ്ണൂർ ജില്ലയിലാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകൾ ഏതാണ്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയുടെ പേര് എന്താണ്? IUCN. കേരളത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം.
2011 മാർച്ചിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ബേക്കർ എസ്റ്റേറ്റ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഒരു പക്ഷി സങ്കേതമാണ്. ഏതാണത്? കുമരകം പക്ഷി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? സീക്രട്ട് ഗ്രോവ്സ് അഥവാ കാവുകൾ. സീക്രട്ട് ഗ്രോവ്സ് അഥവാ കാവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങളിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശം ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. എക്സ് സിറ്റുവേഷന് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ അവയുടെ സ്വഭാവ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്. അപ്പൊ എക്സ് സിറ്റുവേഷന് ഉദാഹരണങ്ങൾ സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ തുടങ്ങിയവയാണ്. എന്നാൽ ഇൻ സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞു ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ്. അതിനുദാഹരണമാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്. അതൊക്കെ ആ പ്രദേശങ്ങളിൽ അവ ജീവിക്കുന്നതാണ്. ആ പ്രദേശങ്ങളെ നമ്മൾ അങ്ങനെയുള്ള സ്പോട്ടുകളായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്ന ഉദ്യമത്തിന് നമ്മൾ എന്താ വിളിക്കണേ? നാഷണൽ നാഷണൽ പാർക്കുകൾ എന്ന് വിളിക്കുന്നു. ലോകത്താകമാനമുള്ള ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34 എണ്ണമാണ്. ഇന്ത്യ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാം? പശ്ചിമഘട്ടം, അതുപോലെ വടക്ക് കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമൻ മേഖല തുടങ്ങിയവ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ജീൻ ബാങ്കുകൾ ഏതാണ്? കേരളത്തിലെ ജീൻ ബാങ്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതം ട്ടോ, കൊല്ലം ജില്ലയിലാണ്. പ്രാദേശികമായി സൈരന്ത്രി വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ചാമ്പൽ മലയണ്ണാന്റെ തനത് ആവാസ വ്യവസ്ഥയിലുള്ള കേരളത്തിലെ ഏക വനപ്രദേശം ഏതാണ്? ചിന്നാറാണ്. 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. കേരളത്തിൽ വടക്കേയറ്റത്തുള്ളതും കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതുമായ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏതാണ്? സൈലന്റ് വാലി. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതായിരുന്നു? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ ഏവ? വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേര് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്നാണ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് വിളിക്കുന്നത്. ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അരിപ്പ വന്യജീവി സങ്കേതം കാണപ്പെടുന്നത്? തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് 2020 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വന്യജീവി സങ്കേതമുണ്ട്. ഏതാണത്? മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്ന സ്ഥലത്ത്. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ, അതായത് ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടല്ല.
പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണിത്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷകളിൽ വളരെയധികം ഉപകാരപ്രദമാകും. എന്റെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.